ഹലോ ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? നമ്മുടെ NS+2നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വന്ന എൻക്വയറി ആണ്, എല്ലാവരും ഒരു ഡൗട്ടായിരുന്നു ഏതൊക്കെയാണ് സബ്ജക്റ്റീവ് ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സിന് എല്ലാവരും ഒരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റീവ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 3 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്താണ്? ഈ 1 മാർക്കിന് ചോദിക്കുന്ന 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫോൾസ്, മാച്ച് ദ ഫോളോയിങ്, അതുപോലുള്ള ചെറിയ 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്ററിന് സബ്ജക്റ്റീവ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ കെമിസ്ട്രിയുടെ +2 സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഡിസ്കഷൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ 40% TMAയും 60% ആണ് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ 60%-ൽ 50% ഒബ്ജക്റ്റീവും 50% സബ്ജക്റ്റീവും ആണ് ചാപ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കൂ, കെമിസ്ട്രിയിലെ ഫസ്റ്റത്തെ മൊഡ്യൂളിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എന്താ? ഒബ്ജക്റ്റീവാ. അതായത് ചാപ്റ്റർ 1 ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്മെറ്റിക്. അതെന്താണ്? ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചാപ്റ്റർ 2 അറ്റോമിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററില്ലേ, ആ ചാപ്റ്ററിൽ നിന്നും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാം. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, MCQ പോലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, അതുപോലെ തന്നെ ചാപ്റ്റർ 4. ചാപ്റ്റർ 4 എന്താണ്? കെമിക്കൽ ബോണ്ടിങ്. ഈ കെമിക്കൽ ബോണ്ടിങ് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് 1 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്ത യൂണിറ്റ് ഏതാന്ന് വെച്ചാൽ ചാപ്റ്റർ 17 ഹൈഡ്രജൻ ആൻഡ് S ബ്ലോക്ക് എലമെന്റ്സ്, ചാപ്റ്റർ 20 P ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്. സെക്കൻഡ് അതിൽ ഫസ്റ്റ് നമ്മൾ TMAക്ക് വെച്ചു, അതിൽ സെക്കൻഡ് പാർട്ടാണ് ചാപ്റ്റർ 20 ആയിട്ട് വരുന്നത്. അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ചാപ്റ്റർ 21 D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക് എലമെന്റ്സ്. അതുപോലെ തന്നെ ചാപ്റ്റർ 23 നോമൻക്ലേച്ചർ ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾ. ചാപ്റ്റർ 24 ഹൈഡ്രോ കാർബൺസ്. ചാപ്റ്റർ 28 കോമ്പൗണ്ട്സ് ആൻഡ് കാർബൺ കണ്ടെയ്നിങ് നൈട്രജൻ. ചാപ്റ്റർ 31 സോപ്സ്, ഡിറ്റർജൻസ് ആൻഡ് പോളിമേഴ്സ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് 10 ലെസൺസ് നമുക്ക് 20 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പബ്ലിക് എക്സാമിന് പഠിക്കാനുള്ളത്. അതിൽ 10 ചാപ്റ്റേഴ്സ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ 10 ചാപ്റ്റേഴ്സ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 4, ചാപ്റ്റർ 17, ചാപ്റ്റർ 20, 21, 23, 24, 28 ആൻഡ് 31. ഇത്രയും 10 ചാപ്റ്റേഴ്സ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാം, 1 മാർക്കിനുള്ള ചോദ്യങ്ങൾ. ഇനി ഏതൊക്കെയാണ് സബ്ജക്റ്റീവ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് 2 മാർക്കിനും മേലേക്ക്, അതായത് 3 മാർക്ക് 5 മാർക്ക് അത്രയുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് ചാപ്റ്റർ 7 ആണ്. ചാപ്റ്റർ 7 ഏതാണ്? സൊല്യൂഷൻസ്. ഈ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാറ്റേൺ ഡിസ്കഷൻ ചെയ്തപ്പോൾ കണ്ടല്ലേ, അതായത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 3-4 ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ 5 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് നമുക്ക് സൊല്യൂഷൻസ് എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ് ഏതാണ്? ചാപ്റ്റർ 9 കെമിക്കൽ തെർമോഡൈനാമിക്സ്. അതുപോലെ ചാപ്റ്റർ 12 അയോണിക് ഇക്വിലിബ്രിയം. അതുപോലെ ചാപ്റ്റർ 13 ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഇതൊക്കെ എന്താണ്? സബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ചാപ്റ്റർ 18 ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീ ബ്ലോക്ക് എലമെന്റ്സ്. ചാപ്റ്റർ 22 കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. Chapter 25 compounds of carbon containing halogens. Chapter 26 alcohols, phenols and ethers. Chapter 27 aldehydes, ketones and carboxylic acids. Chapter 29 biomolecules.
അപ്പോൾ ഈ 10 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് സബ്ജക്റ്റീവ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഞാൻ ഒന്നുകൂടി ചാപ്റ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ചാപ്റ്റർ 7 സൊല്യൂഷൻസ്, ചാപ്റ്റർ 9 കെമിക്കൽ തെർമോഡൈനാമിക്സ്, 12 അയോണിക് ഇക്വിലിബ്രിയം, 13 ഇലക്ട്രോകെമിസ്ട്രി, 18 ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്, 22 കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, 25 കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് ഹാലോജൻസ്, 26 alcohols, phenols and ethers, 27 aldehydes, ketones and carboxylic acids, 29 biomolecules. അപ്പോൾ ഈ 10 ചാപ്റ്റേഴ്സിന് സബ്ജക്റ്റീവ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും എൻക്വയറി ചെയ്ത ഒരു കാര്യമായിരുന്നു ഏതൊക്കെ ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഒബ്ജക്റ്റീവിന്, സബ്ജക്റ്റീവിന് ഏതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു ഐഡിയ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അല്ലെ, റിവിഷൻ്റെ ഒക്കെ ടൈം ആയിരിക്കും. അപ്പോൾ ഇതും കൂടി ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പഠിക്കാം അല്ലെ. സബ്ജക്റ്റീവ് ഏതൊക്കെ വരും, ഒബ്ജക്റ്റീവ് ഏതൊക്കെ വരും, അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനിയുള്ള ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ബാക്കി സബ്ജക്റ്റിന്റെ നമുക്ക് ഇനി വീഡിയോസ് വരും. അപ്പോൾ അതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് സമയത്ത് വരാൻ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഓൾ കേരള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്താൽ നമുക്ക് ഇതിനുള്ള ഈ കറക്റ്റ് വീഡിയോസ് ഒക്കെ വരുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ കുട്ടികൾ പഠിക്കുന്ന പോലെയുള്ള മെറ്റീരിയൽസും ക്ലാസ്സസും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ്, അതുപോലെ PDF നോട്ട്സ് അതെല്ലാം അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ലൈവ് ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ലൈവ് ക്ലാസ്സസ് ഒക്കെ കാണാം, അതിലെല്ലാം റിവിഷൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ട് നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, പാസ്സാവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.